ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിൽ ന്യൂവായി ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് സംഭവങ്ങളാട്ടോ ഇത്. ഒന്ന് ബ്രഷ് ഹോൾഡറും ഒന്ന് പേസ്റ്റ് ഹോൾഡറും. അപ്പോൾ നമുക്ക് ബ്രഷ് അതിൽ എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് മേലെ നിന്ന് വരും. നല്ലൊരു സംഭവമാട്ടോ ഇത്. നമ്മളപ്പോൾ ഇത് തെമൂന്ന് വന്നൊരു ആപ്ലിക്കേഷനുണ്ട്. നമ്മളെ നാട്ടിലത്തെ ആമസോണൊക്കെ പോലെ അഫോർഡബിളും നല്ല ഓഫറൊക്കെ എപ്പോഴും വരുന്നൊരു ആപ്ലിക്കേഷനാണ് ഗൾഫിലുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓർഡർ ചെയ്തുള്ളത്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അതാ മോർണിംഗ് എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആവുക കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ റുട്ടീനൊന്ന് കാണിച്ചു തരാൻ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റുട്ടീനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർഡർ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ കഴിയാറായൊക്കെയുള്ള ഒരു ഇതിലായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഏതെങ്കിലും ടൈമാണ് സ്കിൻ കെയർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫേസ് വാഷ് പ്ലമ്മിൻ്റെയും അതുപോലെ തന്നെ ഫോക്സ് ടെയിലിൻ്റെ സിറം. അല്ലാണ്ട് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചിരുന്നു കേട്ടോ. അതിപ്പോൾ നിർത്തിയേക്കണം, അതിപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റുട്ടീനായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ നൈറ്റാവും, ചില ദിവസങ്ങളിൽ മോർണിംഗ് ചെയ്യും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാൻ റുട്ടീൻ പോലെ അങ്ങനെ പറഞ്ഞുതരാത്തത്. അപ്പോൾ അതാ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നൊരു മിനിമലായിട്ട് കുറച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ണൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഷാമേക്കിനോട് എപ്പോഴും പറയട്ടോ, യൂട്യൂബ് ചെയ്യണം മിക്കവരും ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലിപ്സ്റ്റിക്കും കണ്ണും മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ മാത്രം അങ്ങനെ കൂതറ പോലെ ഒന്നും ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ എന്തോന്ന് ചെറുതായിട്ട് മിനിമലായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ എണീറ്റ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും എണീറ്റ് ഞാൻ സ്കിൻ കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതാക്കാൻ പോകുമ്പോഴത്തേനും മറ്റാൾ എണീറ്റിട്ടാണെങ്കിലും എന്നത്തെ പോലെ ഉറക്കം തെളിഞ്ഞിട്ടില്ല. വീണ്ടും കട്ടുമ്പോൾ കിടക്കണമില്ല, മേത്തുനിന്ന് ഇറങ്ങണമില്ല, ഇങ്ങനെ കിടക്കുക. ഒരു 10-15 മിനിറ്റായി ഞാൻ ഇപ്പോൾ ഇവനെടുത്ത് ഇരിക്കണേ. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ വരും. കാരണം കുട്ടികളുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഡേ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങൾ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മൾ ഡേ ഡിലേ ആവും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളിൽ. അപ്പോൾ അതൊരാളിങ്ങനെ എണീക്കാറായതുകൊണ്ട് പക്ഷെ മേത്തുനിന്ന് എണീക്കണില്ല അല്ലേ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഞങ്ങൾ റൂമിൽ അടുത്തതായി വന്ന മാറ്റം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ടി വിയിൽ തെമൂന്ന് മേടിച്ചിട്ട് വാൾപേപ്പർ ഒട്ടിച്ചേക്ക് കേട്ടോ. അതായത് ഒരു വുഡൻ്റെ തീമൊക്കെ പോലത്തെ മറ്റൊരു മരക്കളറും വൈറ്റും കൂടിയിട്ട് ഞങ്ങളെ സോഫ കർട്ടനൊക്കെ അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ ഇത് രസമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഒരു എസ്തറ്റിക്കായിട്ട് ഞങ്ങൾ വാൾപേപ്പർ. അപ്പോൾ നിങ്ങൾ ഇതും തെമൂൽ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസും ബ്രെഡൊക്കെ തിന്നുന്ന നേരം ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിച്ചുകൂടി, അതല്ലേ തടിക്കുന്നല്ലേന്ന്. അതുപോലെ തന്നെ ഷാമിയൊക്കെ എപ്പോഴും പറഞ്ഞിട്ടിനോട് തടി ഭയങ്കരമായിട്ട് മോശമായിക്കണേ, എന്തേലും നല്ലത് കഴിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ആഴ്ചയിൽ 2 ഡേയ്സ് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എനിക്ക് തടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തേലും ആയിട്ട് കഴിക്കണം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഇനി അങ്ങനത്തെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാട്ടോ.
ഒരാളവിടെ കിടന്ന് ഉറങ്ങണ കണ്ടു ഗായ്സ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കിടത്തി നോക്കിയത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് കിടക്കണേ. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് കിടക്കണോളത്തോളം കിടന്നോട്ടെ വിചാരിച്ച് ഞാൻ പിന്നെ എൻ്റെ പണിക്ക് വന്നതാണ്. നല്ല രസമുണ്ട് കിടക്കണ കാണാൻ. അയ്യോ പാവണ്ടല്ലോ കുഞ്ഞു ബേബി. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ച്. അപ്പോൾ ഞാൻ നോർമലി കുക്കറിലാണ് മുട്ട പുഴുങ്ങാറ്. പക്ഷേ ഇന്ന് ഞാൻ അയ്പ് എണിക്കണ്ടായി വെച്ചിട്ട് ഞാൻ പാത്രത്തിൽ പുഴുങ്ങിയിട്ടുണ്ട്. ഷൊർണ്ണൂരൊക്കെ അങ്ങനെ പുഴുങ്ങാറ്. പക്ഷെ എന്താ വെച്ചാൽ അത് ഫുള്ളായിട്ട് വെന്തില്ല, ഹാഫ് പോലെ ആയി. എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ് എന്നാലും. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ ഇങ്ങനെ പഴം വാട്ടി മുട്ട പുഴുങ്ങി അതൊക്കെ ആയിട്ട് ഇന്നാക്കിയേക്കണേ. പിന്നെ എന്നും ഷാമയൊക്കെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്മൂത്തി പോലെ അടിച്ചു തരും. അതായത് പഴം, പാല്, നട്ട്സ്, എന്തെങ്കിലും പീനട്ട് ബട്ടർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എന്നും അടിച്ചു തരാറുണ്ട് കേട്ടോ. കുറേ ആയിട്ടുള്ള ശീലം അത് ഇപ്പോൾ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്നുകൂടി മുട്ട ബാക്കിയുള്ളത് പുഴുങ്ങാട്ട് പൈപൂനും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാട്ടാ. അപ്പോൾ ആ ജ്യൂസ് ഓൾറെഡി ഷാമയൊക്കെ അതിൽ നൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ പഴം വാട്ടിനെ കുറച്ചും കൂടി വാട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഐബൂനും കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള രാവിലെ തന്നെ മോർണിംഗ് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നു വൈബാവ് വിചാരിച്ച്. അപ്പം ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നല്ലതല്ലേ, നല്ല ഹെൽത്തി ആകുമ്പോൾ രാവിലെ എണ്ണൊന്നും വയറ്റിലേക്ക് ചെല്ലില്ലല്ലോ. അപ്പോൾ ഇനി 2 ദിവസം തിന്നണം വിചാരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഇട്ടടാ. എമിനേബൊക്കെ എന്താ വേഗം നീറ്റിവിടെ ഇരിച്ചിനും നൈപൂന് മുട്ട പൊഴിഞ്ഞത് പഴം വാട്ടി തിന്നോ? ഗുഡ് ബൈ തിന്നോ? ഇല്ലാന്നോ? എന്താ ഇതില്ലാന്ന്? അപ്പോൾ ഞാൻ അവനക്കും കൂടിയിട്ട് മുട്ടയും പഴമൊക്കെ ആക്കിന്. അവനക്കും നല്ലതല്ല, പക്ഷെ മൂപ്പരാൾ തിന്നൂല എന്നൊക്കെ പറയും. നോക്കി നോക്കാം. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം മൂപ്പരാൾക്ക് ഇങ്ങനെ ഒക്കത്ത് കിടക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നിങ്ങനെ പൊന്നാരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനി ചപ്പന്നെ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പം തൊട്ട് ഞാൻ എണീറ്റ് അവനക്ക് വെറും വയറ്റിൽ തന്നെ വെള്ളം കൊടുക്കൂട്ടാ. നല്ലതല്ല കുട്ടികൾക്ക്. ഇവന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിക്കണ്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് വെള്ളം ഇപ്പോൾ എന്നും കുടിപ്പിക്കാൻ ഞാൻ ശീലിക്കാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവനൊന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് അവിടെ അവനക്കൊരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കളിക്കാൻ കൊടുക്കട്ടെ. അവനിങ്ങനെ പറയുന്നു. അപ്പോൾ കുളിച്ച് ഞാൻ ഫ്രഷപ്പ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു 10 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ സമയമൊക്കെയുള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഇടട്ടെ. അവൻ വരുന്ന സമയം കൊണ്ട് കിട്ടാം. അപ്പോൾ അവനക്കൊരിത് വേണ്ടേ, കുറച്ച് നേരമൊക്കെ ഞാൻ സമയമൊക്കെയുള്ളൂ കേട്ടോ എന്നും ഈ കുളിക്കുന്ന സമയത്ത്. പക്ഷെ ഇവിടെ ഭയങ്കര ചൂട് വെള്ളം. പക്ഷെ അവനക്ക് അതൊന്നും വിഷയമില്ല. അവൻ പറഞ്ഞ് ചൂടുവെള്ളം നല്ല രസമാണ്. കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്ക് നല്ല രസമില്ല. പക്ഷെ അധികം ഞാൻ സമയക്കുള്ളൂ. കാരണം ബക്കറ്റിലൊക്കെ കയറി നല്ല റിസ്ക്കാണ്. ഞാൻ ഇടയ്ക്ക് പോയി നോക്കൂട്ടെ, സൗണ്ട് കേൾക്കണ്ടാവും ഒക്കെ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ എന്നും ഷാമയൊക്കെനോട് പറയാൻ തട്ടെ എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബെഡ് നല്ലപോലെ വൃത്തിയിൽ മടക്കിയിടണം എന്നുള്ളത്. ഷാമയൊക്കെ എപ്പോഴും പറഞ്ഞു ബെഡ് അതുപോലെ നമ്മൾ റൂമും കിച്ചണും എന്നും നീറ്റായി വെക്കണം. ഓള് പിന്നെ ഐബ് എപ്പോഴും മറ്റേ ടോയ്സൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ മറ്റേ രണ്ടും നീറ്റായി വെക്കണമെന്ന് എപ്പോഴും പറയും. ഇപ്പോൾ ഇതാ ഐബുവിൻ്റെ 2-3 തുണികൾ മടക്കി വെക്കാണ്ടിരുന്നിട്ടാ. ബാക്കിയൊക്കെ ഇന്നലെ ഞങ്ങളതൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും ഷാമയൊക്കെ. അപ്പോൾ ഐബുവിൻ്റെ ഇതുപോലെ 2-3 എണ്ണം ഇത് മടക്കി ഉണങ്ങിയിട്ടുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് രാവിലെ തന്നെ മടക്കി എടുത്തേക്കട്ടെ ചേച്ചി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞൊക്കെ മടിയാവും. ഇപ്പോൾ ഈ ഫ്ലോയിൽ ഇത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇവിടെ വന്നു വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ കേട്ടാ ക്ലോത്ത്സൊക്കെ മടക്കി വെക്കാറ്. നാട്ടിൽ നിന്ന് മടിയാണെങ്കിലും നമ്മളിവിടെ വന്നാൽ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഷാമയൊക്കെ തിരുമ്പിയതൊക്കെ മേലെ കൊണ്ടിടും. ഇപ്പോൾ നമ്മൾ മടക്കി വെക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഐബോർഡ് അങ്ങനെ സൗണ്ട് കേൾക്കാണ്ടിട്ട് ഞാൻ മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പരാൾ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ
കുളിപ്പിക്കലിലൊക്കെ ചൂടുവെള്ളം കുറച്ച് പിടിച്ച് വെച്ചിട്ടാണ് കുളിപ്പിക്കുക. നല്ല കുട്ടിയായിരിക്കട്ടാ. വേണ്ടാ പഴം മാത്ര മുട്ട തിന്നോക്കണ്ടേ? മൂപ്പരാളിതാ കുളിച്ച് ഫ്രഷൊക്കെ ആയി ഒരു 5-6 മിനിറ്റിന് വെള്ളത്തിൽ കളിച്ചോടും ഞാൻ കയറ്റി. അപ്പം മുട്ട ഉണ്ട് പറഞ്ഞപ്പോൾ മുട്ട വേണ്ട പഴം മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിണിങ്ങിയിരിക്കുക. നമുക്ക് നോക്കി നോക്കാം. മുട്ട പഴം മാത്രമല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. മുട്ട കണ്ണടിച്ച് ഇങ്ങനെ കണ്ണടിച്ച് കൂട്ടാ. അതൊരു തുണ്ട് നോക്ക്. എന്താ പോലെ നല്ല കുട്ടിയല്ലേ. ഇത് തിന്ന പപ്പ വരുമ്പോ സർപ്രൈസ് ഉണ്ട്. പഴം തിന്ന ഇതൊരു തുണ്ട തിന്നോക്കെ എങ്ങനെ ടേസ്റ്റ്. ഉപ്പ് കിട്ടണം അമ്മ. ഉപ്പ് കുരുമുളകൊക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടമായിരിക്കും നമുക്ക് തിന്നോക്ക്. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. എന്തായാലും ഒരു പൊട്ട കുട്ടിയാവണത്. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവൻ തിന്നണ സാധനങ്ങളല്ലാണ്ട് ഒന്നും തിന്നില്ല. പഴപ്പം പിന്നെയും തിന്നു തുടങ്ങി. നേന്ത്രപ്പഴം മുട്ട ഞാൻ എത്ര കൊടുക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല. അവസാനത്തിൽ ഇടയ്ക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. അതൊക്കെ ഞാൻ നല്ല മയത്തിൽ പറയും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ അധികം ക്ഷമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എത്രയോ വെച്ചിട്ട് പറയുക പ്രാന്ത് പിടിച്ചു തുടങ്ങി. പിന്നെ ഞാനവിടെ പഴം വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അല്ലാണ്ട് ഇനി കുറച്ച് നേരം കൂടി നിർബന്ധിക്കാതെ നിൽക്കും. ദേഷ്യം വരും. അവനും ഭ്രാന്തവും രാവിലെ തന്നെ കരച്ചിൽ മൂടലാവും. അപ്പം പിന്നെ ഞാൻ അതിന് നിന്നില്ല. അവിടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്താ ചെയ്യുക, കുട്ടി ഭയങ്കര കഷ്ടമാണ്. ഞാൻ പറയുന്നതേ ഫുഡ് കൊടുക്കാൻ ഭയങ്കര കഷ്ടം. ഇതിൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അടിയിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർ. കടിക്കാക്കിടുന്നതാണ് ശരിക്ക്. 5-6 കഷ്ണം പഴം തിന്നുമ്പത്തിന് അപ്പുറത്ത് എടുത്ത് ചെക്കൻ വന്ന്. പിന്നെ പറയണ്ട, പിന്നെ കളിമൂടില്ല. പിന്നെ തീറ്റയിലോ ഒന്നുമില്ല. കളിക്കാരെല്ലാം കിട്ടിയാൽ പിന്നെ അത് മതിയല്ലോ. എങ്ങനെയും എസ്കേപ്പ് ആവാൻ നിൽക്കുന്നു ഫുഡിൽ. അപ്പോൾ രക്ഷപ്പെട്ടവന്. അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പ്ലാനില്ലാട്ട് ഇന്നലെ ബീഫ് കറി വെച്ചു. നാട്ടിൽ നിന്ന് പറഞ്ഞ ബീഫ് ഇന്നലെ എടുത്ത് വെച്ച് കറി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പുതിയതായിട്ട് ഷാമയ്ക്ക് ട്രെൻഡ്യോളിൽ നിന്ന് മേടിച്ച പാത്രമായിട്ട്. ട്രെൻഡ്യോളിൽ 4 സെറ്റ് ഓഫ് പാത്രങ്ങൾ നല്ല ഓഫറിൽ കിട്ടി. ഇത്രേ ഒന്നൊരു പരന്ന പോത്തൊന്നും ഇങ്ങനത്തെ, പിന്നെ വേറെ 2 അപ്പോൾ ഷാമയൊക്കെ അന്നൊന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇതെടുത്തിട്ട് എന്തായാലും നെയ്ച്ചോറ് വെക്കാം. അപ്പോൾ ഇതെടുക്കാൻ വിചാരിച്ച്. ഷാമയ്ക്ക് എന്നും പറയും എന്താ യൂസ് ചെയ്ത് നോക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് എടുത്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ പറയട്ടെ. നല്ല പാത്രം, തീരെ അടിയിൽ പിടിക്കണില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് എണ്ണയൊക്കെ വെച്ച് ഇളക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് യൂസ് ചെയ്യണോണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ആദ്യം തന്നെ നമുക്ക് പാത്രത്തിൻ്റെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഞാൻ ഇതുപോലെ ഒന്ന് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതത്ര അന്ന് പണ്ട് അതിൻ്റെ ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷെ നല്ല പാത്രം. അപ്പോൾ ട്രെൻഡുകൾ നല്ല ഓഫറുള്ള സമയത്ത് ഷാമയൊക്കെ മേടിച്ചിന്. 4 കൂടിയിട്ട് എത്ര ഷാമയൊക്കെ 2 സംതിങ്ങിന് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാത്രം. അപ്പോൾ നിങ്ങൾ ട്രെൻഡുകളിൽ ഓഫർ വരുമ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടെ. ഷാമയൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല പാത്രം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതിൽ നെയ്ച്ചോറൊക്കെ വെച്ച് അത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നല്ല വെറുതെ കിട്ടുന്നത്. നല്ല കുറുകിയുള്ള ബീഫ് കറിയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ നെയ്ച്ചോറിക്ക് സലാഡ് മസ്റ്റേക്ക് കച്ചമ്പർ ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് ഇപ്പോൾ ബിരിയാണിക്കായാലും നെയ്ച്ചോറിക്കായാലൊക്കെ ഞാൻ ഇപ്പോൾ സാധാരണ കറി ഇല്ലെങ്കിൽ നെയ്ച്ചോറും കച്ചമ്പറും ഒരു പൊരിച്ചത് അല്ലെങ്കിൽ കഷ്ണം മാത്രം. കറി ഞാൻ വല്ലാണ്ട് അങ്ങനെ കോഴി ഒഴിക്കണ ആളല്ല. പക്ഷെ ഇതൊക്കെ മസ്റ്റാണ്. അങ്ങനെ തന്നെ നെയ്ച്ചോറൊക്കെ വിളമ്പി കഴിഞ്ഞ് കണ്ടാൽ നല്ല വെറു എന്നുള്ള ഇങ്ങനത്തെ നെയ്ച്ചോറുടെ ഷാമയൊക്കെ ഇഷ്ടം. ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വെറുന്ന് കിട്ടണം.
പിന്നെ നല്ല ബീഫോടെ നല്ല കുറുകി ഇന്നലെ വെച്ചുകൊണ്ട് ഇന്നൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ ഒന്നും പറയണ്ട, ഒരു 2 ദിവസം അയക്കണ ഒരു മൂവി വെച്ചിട്ട് നമ്മളെ മറ്റേ വിജയ് ദേവരകൊണ്ട കിങ്ഡം എന്ന് പറഞ്ഞിട്ട് മിഞ്ഞാന്ന് രാത്രി വെച്ച് ഇതുപോലെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ട് പിന്നെ ഐബുവിന് ഭക്ഷണം കഴിക്കലോണ്ട് ഓഫ് ചെയ്ത്. ഇന്നലെ പോലെ തന്നെ ഉച്ചയ്ക്ക് വെച്ച് ഓഫ് ചെയ്ത്. ഇപ്പം ഇന്നെങ്കിലും രാത്രി ഉച്ചക്കായി തീർക്കണം പറഞ്ഞിരിക്കുക. കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടിന്യൂ ഐബുവിന് ഫുഡ് എടുക്കാൻ പോകും, പിന്നെ ഷാമയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് കാണാൻ നേരം കിട്ടാറില്ല. എന്താ കണ്ടേ, ഇഷ്ടാണോ? അപ്പോൾ ഐബുവിന് ഞാനങ്ങനെ ഇവിടെ ടി വിയിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാറില്ല കേട്ടോ, കാർട്ടൂണും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നെന്താ, ഇന്നവന് ഉറക്കം വരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങില്ല എന്നൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ടാബിൽ കാണാനായിട്ട് നല്ലത് ടി വിയിൽ കുറച്ച് കഴിയുന്ന ഒരു അരമണിക്കൂർ ഒതുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഏതെങ്കിലും കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് എത്ര നേരം ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അവനക്ക് അങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണാറില്ല പൊതുവേ, ടാബിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കാണാമെന്നല്ലാണ്ട് അങ്ങനെ പരിപാടിയില്ല. അപ്പോൾ ഞാനതവിടെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വിചാരിച്ചിരിക്കേ. നല്ല ചൂടുണ്ടിട്ട് വെള്ളം, കാരണം ഒരു 2:30 ഒക്കെ ആയിട്ടത് ഞാൻ പാത്രം കഴിക്കണ സമയത്ത്. സാധാരണ ഞാൻ കയ്യിൽ ഐബൂനെ ഉറക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇന്ന് ഐബു ഉറങ്ങാത്തൊരു കഴുകാൻ ഇപ്പോൾ എന്തൊരു ചൂട് വെള്ളം. സാധാരണ കുളിക്കുമ്പോഴൊക്കെ ചൂടുവെള്ളം ഇഷ്ടം, പക്ഷെ ഇത് തിളച്ച വെള്ളം. 2:30 സമയത്തല്ലേ എൻ്റെ, അല്ലെങ്കിലേ ചൂടുണ്ടാവും, പക്ഷേ ഈ സമയത്ത് ഭയങ്കര ചൂടുണ്ടാവില്ല, നല്ല തിളച്ച വെള്ളമായിരുന്നു. കയറിയിരുന്ന് കാണേ, നീങ്ങിരിക്കേ, ശരിക്കിരിക്കട്ടാ. പോരാ, കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 1.5 മണിക്കൂറിൽ ഒരു 20 മിനിറ്റ് ഇരുന്ന് കണ്ടിട്ട് ആദ്യമായിട്ട് ഏതോ കാർട്ടൂൺ കണ്ട് പൊലിവിൽ. പിന്നെ അവനക്ക് വേണ്ട, പക്ഷെ ടാബിലാകുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാമല്ലോ, അവനക്ക് കുത്തിയിരുന്നിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. പിന്നെ അവൻ ടോയ്സായിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ നോക്കിയപ്പോൾ അവന് ഉറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉറക്കാൻ അധികം നിർബന്ധിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ഇന്നൊരു വേറെ പരിപാടി ഉണ്ട്, ഞാൻ പിന്നെ പറയാം, വീഡിയോയിൽ തന്നെ പറഞ്ഞു കേട്ടോ. സൂപ്പർമാൻ സ്പെർമനോടെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ നേരമൊക്കെ ചില സമയത്ത് ഇരുന്ന് കളിക്കൂട്ടാ. പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഹാപ്പിൽ, ഉറങ്ങാൻ ഇഷ്ടമല്ലേ, പക്ഷെ എല്ലാ ദിവസവും ഞാൻ പിടിച്ച് വെച്ച് ഉറങ്ങാറുണ്ട്. കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നിർബന്ധമാണ്. പക്ഷെ ഇന്നെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഉറക്കി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഇന്ന് നേരെ വൈകുന്നു. ഓൾറെഡി ഞങ്ങൾ ഫോട്ടോഷൂട്ട് 4 മണിക്കൊക്കെ പോകാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് എണിക്കില്ല, പിന്നെ ഫോട്ടോഷൂട്ടൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് നിർബന്ധിച്ച് ഉറക്കണ്ട, അല്ലാത്ത ദിവസം ഞാൻ നിർബന്ധിച്ച് ഉറക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് മേക്കപ്പ് ചെയ്യട്ടാ. അപ്പോൾ പെട്ടെന്നുണ്ട് ഒരു ഐഡിയ ഫോട്ടോഷൂട്ട് എടുക്കാന്ന്. പക്ഷെ നോക്കുമ്പോൾ ഇവിടെ സാരിയാ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു, ഇത് കുറേ ആയിട്ട് ഞാൻ ഇട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ ഷാമയോട് പറഞ്ഞ് സാരില്ല, നമുക്ക് ചുരിദാർ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടില്ല, അപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചുരിദാറൊക്കെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യുക്കാ റെഡി ആയിട്ട് പോകട്ടോ. പക്ഷെ ഷാമയ്ക്കൊന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് റെഡി ആയിട്ട് വേണം അവനൊന്ന് റെഡിയാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനക്ക് ഇന്നലെ ഞങ്ങൾ സഫാരി പോയിട്ടൊരു മുണ്ട് മേടിച്ചിട്ടുണ്ടായിട്ട്, ഇങ്ങനെ ഒട്ടിക്കണ മുണ്ട് ഉണ്ടാവില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പരാൾ എത്രത്തോളം ഫോട്ടോ എടുക്കാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഫോട്ടോ എടുക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ചുരിദാർക്ക് കുറച്ച് സൈഡിൽ ലൂസ് ഉണ്ട്. ഞാൻ കുറേ ആയിട്ട് ഞാൻ എൻ്റെ 40 അതന്നെ പ്രസവിച്ചിട്ട് 40 ഇട്ട ചുരിദാർ ഇരുന്നിട്ടാണ്. പിന്നെ അപ്പോൾ 2-3 വട്ടം ഇട്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ആവശ്യം ഉണ്ടാവും വിചാരിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചായിരുന്നു.
പിന്നെ ഞാൻ പെട്ടെന്ന് നാട്ടിപ്പോക്കൊക്കെ ആയിട്ട് അപ്പം ഇട്ടില്ല, പിന്നെ പെട്ടെന്ന് നാട്ടിപ്പോക്കൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു 6 മന്തോളം ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഈ ചുരിദാറിൻ്റെ കാര്യം ഓർമ്മയേ ഉണ്ടെന്നില്ല. ഇപ്രാവശ്യം ഇതുപോലെ പെരുന്നാളിൻ്റെ ചുരിദാർ ഞങ്ങളുടെ കുറേ എല്ലാ വട്ടവും വരുമ്പോൾ 2 ചുരിദാറൊക്കെ കൈ പിടിച്ച് വരും കേട്ടോ. കാരണം ഇവിടെ എന്തെങ്കിലും ഇതുപോലെ അത്യാവശ്യങ്ങളോ കാര്യങ്ങളുണ്ടാവും, നമുക്ക് എപ്പോഴും ഈ ജീൻസ് ടോപ്പ് ഉടുപ്പൊക്കെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ് 2 ചുരിദാർ കൈ പിടിച്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് മിനിമലായിട്ടുള്ള മേക്കപ്പ് ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, കാരണം നല്ല വെയിലില്ല. അപ്പോൾ ഈ സമയത്തൊന്നും ഞങ്ങൾ പുറത്ത് പോകാറില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഉച്ചയ്ക്ക് പുറത്ത് പോലും കുറവല്ലേ. അപ്പോൾ ഇന്ന് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് റെഡി ആയിട്ടാ. എന്താ അപ്പോൾ ഇതിൽ ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാട്ടാ. ഒന്നും പറയണ്ട, ആകെ ഞങ്ങൾ വിചാരിച്ചായിട്ട് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവനായിട്ട് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാൻ നിൽക്കില്ല എന്നുള്ളത്, കാരണം ഓടിക്കളിക്കുന്നത്. പക്ഷേ ഇന്ന് എക്സ്ട്രീമിൽ നമ്മൾ വിചാരിച്ചിനാട്ടി പൊരിച്ചില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പാർക്കിലേക്ക് നൈറ്റ് അല്ലാണ്ട് ഇതുപോലെ പകൽ സമയത്തൊന്നും പോവാറില്ല. മൂപ്പരാൾക്ക് ഈ പച്ചപ്പും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടേ പൂച്ചന് ഭയങ്കര ഇഷ്ടമെന്നല്ല, പൂച്ചനെ ഈ ഉപദ്രവിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൂച്ചകളൊക്കെ ഈ പകൽ സമയത്ത് കാണില്ലേ, മൂപ്പരാൾ ചെന്നിട്ട് ഫുൾ ഓട്ടം, ഇങ്ങോട്ടോട്ടം ഫുൾ ഓട്ടം. അത് കഴിഞ്ഞിട്ട് പൂച്ചനൊക്കെ എടുത്തിട്ട് പിടിച്ച് വലിച്ച് നെരുക്കി എറിയുക. പഠിച്ചവൻ എന്തൊക്കെ അക്രമം വരുന്നത്. ശ്യാമയൊക്കെ പിന്നാലെ ഓടിയിട്ടാണ് 2-3 ഫോട്ടോ ഒക്കെ കിട്ടിയത്. ഭയങ്കര പൊരിച്ചില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒന്നും ശരിക്കും വിചാരിച്ച പോലെ കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിലായിട്ട് കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തോ.